രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം. സ്മിർന എന്ന നഗരത്തിലെ മെത്രാനായിരുന്നു പോളികാർപ്പ്. സാധാരണ ഒരു മെത്രാനായിരുന്നില്ല അദ്ദേഹം. യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് നേരിട്ട് പ്രബോധനങ്ങൾ സ്വീകരിച്ച അപ്പസ്തോലിക പിതാക്കന്മാരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു അദ്ദേഹം. യേശുവിനെ നേരിട്ട് കണ്ടവരോട് സംസാരിച്ചിട്ടുള്ള ആ പുണ്യാത്മാവിന്റെ സാന്നിധ്യം തന്നെ ജനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ആദ്യത്വവും വാക്കുകളിലെ വിശുദ്ധിയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഒരിക്കൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന മാർസിയൻ എന്നൊരാൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി ചോദിച്ചു, "താങ്കൾക്ക് എന്നെ മനസ്സിലായില്ലേ?" പോളികാർപ്പ് ശാന്തനായി മറുപടി നൽകി, "ഉവ്വ്, പിശാചിന്റെ കടിഞ്ഞൂൽ പുത്രനല്ലേ താങ്കൾ." സത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അത്രമേൽ തീക്ഷ്ണമായിരുന്നു. അക്കാലത്ത് റോമൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ അതിഭീകരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അനേകം വിശ്വാസികൾ വധിക്കപ്പെട്ടു. സ്മിർനയിലെ വിശ്വാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട മെത്രാനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അവിടെ പ്രാർത്ഥനയിൽ കഴിയവേ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. തന്റെ തലയിന് അഗ്നി വിഴുങ്ങുന്നതായി അദ്ദേഹം കണ്ടു. അദ്ദേഹം ശാന്തനായി തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, "ഞാൻ ജീവനോടെ തീയിൽ ദഹിപ്പിക്കപ്പെടാൻ പോകും." അധികം വൈകാതെ ഒരു ബാലൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. ഒരു വെള്ളിയാഴ്ച രാത്രി സൈനികർ അദ്ദേഹത്തെ പിടികൂടാൻ ആയുധങ്ങളുമായി എത്തി. ഓടിപ്പോകാൻ അവസരമുണ്ടായിട്ടും ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവർക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചു. അതിശയമെന്നു പറയട്ടെ, തന്നെ പിടിക്കാൻ വന്ന ആ പടയാളികളെ അദ്ദേഹം അത്താഴവിരുന്നിനായി ക്ഷണിച്ചു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അല്പനേരം പ്രാർത്ഥിക്കാൻ അദ്ദേഹം അനുവാദം ചോദിച്ചു. 2 മണിക്കൂർ നേരം അദ്ദേഹം ലോകം മുഴുവനും വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തി കണ്ട് ചില പടയാളികൾക്ക് അപ്പോൾ തന്നെ പശ്ചാത്താപം തോന്നി. തുടർന്ന് അദ്ദേഹത്തെ ഒരു കഴുതപ്പുറത്ത് ഇരുത്തി നഗരത്തിലേക്ക് കൊണ്ടുപോയി. വഴിമധ്യേ ഉദ്യോഗസ്ഥനായ ഹെറോദ് അദ്ദേഹത്തെ തന്റെ രഥത്തിൽ കയറ്റി പ്രലോഭിപ്പിച്ചു. "സീസറിനെ ദൈവമായി ആരാധിച്ചുകൂടെ? എന്തിനാണ് വെറുതെ ജീവൻ കളയുന്നത്?" പോളികാർപ്പ് വഴങ്ങില്ലെന്ന് ഉറപ്പായപ്പോൾ അവർ അദ്ദേഹത്തെ രഥത്തിൽ നിന്ന് തള്ളിയിട്ടു. വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാൽ ഒടിഞ്ഞു. എങ്കിലും ആ വേദനയിലും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വിചാരണവേദിയിൽ പ്രോകോൺസൂൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു, "ക്രിസ്തുവിനെ തള്ളിപ്പറയും, നിനക്ക് ജീവൻ നൽകാം." അപ്പോൾ ആ 86കാരൻ നൽകിയ മറുപടി ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടു, "86 വർഷമായി ഞാൻ എന്റെ രാജാവായ ക്രിസ്തുവിനെ സേവിക്കുന്നു. അവൻ എനിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ എന്റെ രക്ഷകനെ തള്ളിപ്പറയും?" ക്ഷുഭിതനായ ചക്രവർത്തി അദ്ദേഹത്തെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുമെന്നും തീയിലിടുമെന്നും ഭീഷണിപ്പെടുത്തി. പോളികാർപ്പ് ശാന്തനായി പറഞ്ഞു, "അല്പനേരം മാത്രം കത്തുന്ന ഈ തീയെ ഞാനെന്തിന് ഭയപ്പെടണം? ദുഷ്ടർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ അഗ്നിയെയാണ് നാം ഭയപ്പെടേണ്ടത്." ഒടുവിൽ അദ്ദേഹത്തെ ദഹിപ്പിക്കാൻ വിറകുകൾ കൂട്ടി. കൈകൾ ബന്ധിക്കപ്പെട്ട അദ്ദേഹം ഒരു ധനബലിയെന്നോണം ആ വിറകുകൂനയ്ക്ക് മുകളിൽ നിന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പടയാളികൾ തീ കൊളുത്തി. എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അഗ്നിജ്വാലകൾ അദ്ദേഹത്തെ സ്പർശിക്കാതെ ഒരു കപ്പലിന്റെ പായ പോലെ അദ്ദേഹത്തിന് ചുറ്റും ആവരണം തീർത്തു. അഗ്നിയുടെ നടുവിൽ അദ്ദേഹം പൊന്നുപോലെ തിളങ്ങി. അവിടെ നിന്ന് ചുട്ട മാംസത്തിന്റെ ഗന്ധത്തിന് പകരം അതിവിശിഷ്ടമായ സുഗന്ധം പരന്നു. ഇതുകണ്ട് പരിഭ്രമിച്ച അധികാരികൾ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്താൻ ഉത്തരവിട്ടു. ഒരു പടയാളി അദ്ദേഹത്തിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു പ്രാവ് പുറത്തു വന്നതായും രക്തം ഒഴുകി തീ അണഞ്ഞുപോയതായും പറയപ്പെടുന്നു. AD 155 ഫെബ്രുവരി 23-നായിരുന്നു ആ ധീരമായ രക്തസാക്ഷിത്വം. പോളികാർപ്പിന്റെ ശരീരം പിന്നീട് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടെങ്കിലും വിശ്വാസികൾ അദ്ദേഹത്തിന്റെ അസ്ഥികൾ രത്നങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതായി കരുതി ശേഖരിച്ചു. സ്വന്തം ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ ആ വലിയ ഇടയൻ ഇന്നും നമ്മുടെ വിശ്വാസത്തിന് വലിയൊരു പ്രചോദനമാണ്.